മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അപ്പോൾ നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ, പലപ്പോഴും നമുക്ക് വചനം ധ്യാനിക്കാൻ പറ്റാത്തതിൻ്റെ, നമുക്ക് പലപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? നമ്മുടെ നിക്ഷേപം പലപ്പോഴും എവിടെയല്ല, സ്വർഗരാജ്യത്തിലല്ല, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്ന നിക്ഷേപങ്ങളല്ല നാം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നത്. നാം കാണുന്ന കാര്യങ്ങളാകട്ടെ, നാം കേൾക്കുന്ന കാര്യങ്ങളാകട്ടെ, നാം ചിന്തിക്കുന്ന കാര്യങ്ങളാകട്ടെ, നാം ദിനംപ്രതി ഇടപെടുന്ന കാര്യങ്ങളാകട്ടെ, അതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപം ഹല്ലേലൂയ ദൈവത്തോട് അടുപ്പിക്കുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കൊളോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഈ ഭൂമിയിലുള്ളതല്ല, പിന്നെ എവിടെയോ ഉയരത്തിലുള്ളത് നാം ചിന്തിക്കണം. കാരണം നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം ഒരിക്കലും ഈ ഭൂമിയിലല്ല, പിന്നെയോ ക്രിസ്തു ഇരിക്കുന്നിടമായ സ്വർഗത്തിലുള്ളതായിരിക്കണം. ഈ ഭൂമിയിലുള്ളത് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ദൈവവുമായിട്ടൊരു കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപം ഈ ഭൂമിയിലല്ല, പിന്നെയോ സ്വർഗത്തിലാകട്ടെ, ദൈവത്തിൻ്റെ വചനത്തിലാകട്ടെ. നമ്മുടെ ട്രഷർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാകട്ടെ. ഈ ദിനങ്ങളിൽ ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ.